ഹലോ എവരി വൺ. അടുത്ത സെക്ഷനാണ് സെക്ഷൻ 130. ആക്ച്വലി സെക്ഷൻ 130യും 131 റിലേറ്റഡ് ആണ്. സെക്ഷൻ 130 പറഞ്ഞതിന് ശേഷം 131 മൂവ് ഓൺ ചെയ്യാം. സെക്ഷൻ 130 പറയുന്നതെന്ന് വെച്ചാൽ റീ ഓപ്പണിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓൺ കോർട്ട്സ് ഓർ ട്രൈബ്യൂണൽസ് ഓർഡർ. ട്രൈബ്യൂണൽ എന്ന് വെച്ചാൽ NCLT ആണ്, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലാണ്. അപ്പം NCLT എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കോടതിയാണ്. ആ കോടതിക്കും ജഡ്ജ്മെൻറ്റും ഓർഡേഴ്സും പാസ്സാക്കാം. ഏത് കേസുകളുടെ മേലെന്ന് വെച്ചാൽ കമ്പനീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾക്ക് മേളിൽ. ഓക്കെ, സ്പെഷ്യൽ കോർട്ടാണ്. ഈ ട്രൈബ്യൂണലിനെ പറ്റി, NCLTയെ പറ്റി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഫൈനലിലാണ് പഠിക്കാൻ പോകുന്നത്. ഇൻ്റർമീഡിയറ്റ് നിങ്ങൾക്ക് പഠിക്കാനില്ല. എനിവേസ്, എന്താണ് റീ ഓപ്പണിംഗ് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള കോൺസെപ്റ്റാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഫിനാൻഷ്യൽ ഇയർ 2019-2020 ആണെന്ന് വിചാരിച്ചോ. അതായത് April 1st, 2019 തൊട്ട് 31/3/2020 വരെയുള്ള ഫിനാൻഷ്യൽ ഇയർ പീരീഡിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പം നമ്മളെ കമ്പനി ഈ ഫിനാൻഷ്യൽ ഇയറിൽ ബിസിനസ് ഓപ്പറേഷൻസ് പലതും ചെയ്യും. അതിൽ പല ട്രാൻസാക്ഷൻസ് ഉണ്ടാകും. ഈ ട്രാൻസാക്ഷൻസ് പലതും റെക്കോർഡ് ചെയ്യും. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. 31st March വരെയുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യും. ആണല്ലോ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഓഡിറ്റൊക്കെ നടത്തും. ഓഡിറ്റൊക്കെ നടത്തിയതിന് ശേഷം ഓഡിറ്റ് റിപ്പോർട്ടും എല്ലാം കൂടെയൊക്കെ വെച്ചിട്ട് AGM വിളിച്ചു കൂട്ടാനുള്ള നോട്ടീസൊക്കെ അടിച്ചിറക്കിയതിന് ശേഷം AGM വിളിച്ചു കൂട്ടും. AGM വിളിച്ചു കൂട്ടിയതിന് ശേഷം മെമ്പേഴ്സ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ അഡോപ്റ്റ് ചെയ്യും. അഡോപ്റ്റ് ചെയ്തതിന് ശേഷം ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ആനുവൽ റിട്ടേണും ഒക്കെ ഫയൽ ചെയ്യണം കമ്പനി രജിസ്ട്രാറിന് ഫയൽ ചെയ്യും. ഇത്രയൊക്കെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു വർഷത്തെ ഓവറോൾ കംപ്ലയൻസ് തീരുന്നത്. അതായത് ഒരു വർഷത്തെ മൊത്തവും കമ്പനിക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട് അതെല്ലാം ചെയ്തു തീർക്കുന്നത് ഈ ഇത്രയും സമയപരിധിക്കുള്ളിലാണ്. അതായത് AGM ഒക്കെ കഴിഞ്ഞ് രജിസ്ട്രാറിനെ എല്ലാം അയച്ചു കൊടുക്കുമ്പോൾ ആ വർഷത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ആണല്ലോ. അപ്പോൾ ഈ റീ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത്രയും കഴിഞ്ഞ് നിൽക്കുന്ന ഒരു അക്കൗണ്ട്സ്, ഒരു ഫിനാൻഷ്യൽ ഇയർ ആണെങ്കിൽ, ഇത്രയും കഴിഞ്ഞ് AGM ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇയർ ആണെങ്കിൽ അതിൻ്റെ ആ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സും ക്ലോസ് ചെയ്തു. ആണല്ലോ. കാര്യം ആ വർഷം കഴിഞ്ഞ് ഇപ്പോൾ പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്തു. ഏതാണ് ആ പുതിയ വർഷം? 2020-21 ആണല്ലോ. ആ വർഷം സ്റ്റാർട്ട് ചെയ്തു. ആ വർഷത്തെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെയാണ് ഇനി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. റീ ഓപ്പണിംഗ് എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, എല്ലാം കഴിഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഒന്നും കൂടെ ഓപ്പൺ ചെയ്ത് അതായത് മേക്കിംഗ് ചേഞ്ചസ്. ഓക്കെ, വലിയ പ്രശ്നമാണ്. തിരുത്തുകൾ വരുത്തുന്നതിനെയാണ് ഈ റീ ഓപ്പണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റീകാസ്റ്റിംഗ് എന്ന് പറയും. യഥാർത്ഥത്തിൽ റീകാസ്റ്റിംഗ് എന്ന് വെച്ചാൽ യു ചേഞ്ചിങ് ദ ഫിഗേഴ്സ് ദാറ്റ് ആർ ഓൾറെഡി ദെയർ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബിക്കോസ് യു ഫീൽ ദർ ഇസ് സംതിങ് റോങ് വിത്ത് ഇറ്റ്. ഈ യു എന്ന് പറയുന്ന ആൾ ആരാണ്, എങ്ങനെയാണ് ഈ പ്രൊസീജിയർ, എങ്ങനെ റീ ഓപ്പൺ ചെയ്യും എന്നൊക്കെയാണ് ഈ സെക്ഷൻ 130 പറയുന്നത്. അപ്പോൾ സെക്ഷൻ 130 പറയുന്നതെന്ന് വെച്ചാൽ വേണമെങ്കിൽ ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റീ ഓപ്പൺ ചെയ്തിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് റീകാസ്റ്റ് ചെയ്യാൻ പറ്റും. റീകാസ്റ്റ് ചെയ്യണമെങ്കിൽ ഇത് ട്രൈബ്യൂണൽ അനുവാദം നൽകണം, ഒരു ഓർഡർ ത്രൂ അനുവാദം നൽകണം. ട്രൈബ്യൂണൽ എന്ന് വെച്ചാൽ NCLTനെ അപ്രോച്ച് ചെയ്യണം, കോടതിനെ അപ്രോച്ച് ചെയ്തിട്ട് കോടതി ഇതിന് സമ്മതം നൽകിയാലേ പഴയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സും ക്ലോസ് ചെയ്യപ്പെട്ടത് റീ ഓപ്പൺ ചെയ്തിട്ട് തിരുത്താൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആകുന്നുണ്ടോ? ഇനി ആർക്കൊക്കെ ട്രൈബ്യൂണലിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? ഈ സെക്ഷൻ പ്രകാരം ട്രൈബ്യൂണലിനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ആർക്കൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ അധികാരമുണ്ടെന്ന് ചോദിച്ചാൽ ഈ സെക്ഷൻ പ്രകാരം സെൻട്രൽ ഗവൺമെൻറ്റിനുണ്ട്, സെബിക്കുണ്ട്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയ്ക്കുണ്ട്, ഇൻകം ടാക്സ് അതോറിറ്റീസിനുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ബോഡീസിനുണ്ട്. അതായത് ട്രൈ എന്ന് പറയുന്നത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ, അതൊരു സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ബോഡിയാണ്. അതേപോലെ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഇതൊരു റെഗുലേറ്ററി ബോഡിയാണ്. ഇതുപോലത്തുള്ള റെഗുലേറ്ററി ബോഡീസിന് ആരെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? ട്രൈബ്യൂണലിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. അവർ എന്ത് ആപ്ലിക്കേഷനാണ് കൊടുക്കുന്നത്? ഏതെങ്കിലും ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് റീ ഓപ്പൺ ചെയ്യണം, എന്നിട്ട് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ തിരുത്തുകൾ വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഒരു ആപ്ലിക്കേഷൻ പൂരിപ്പിച്ചുകൊണ്ട് ട്രൈബ്യൂണലിനെ അപ്രോച്ച് ചെയ്യുക. അതുകൂടാതെ എനി അതർ പേഴ്സൺ can also approach tribunal with the said application so as to reopen the accounts of a company and recast its financial statements. ക്ലിയർ ആകുന്നുണ്ടോ? ഇനി ട്രൈബ്യൂണലിനെ അപ്രോച്ച് ചെയ്യുമ്പം ആപ്ലിക്കേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നത് ട്രൈബ്യൂണലാണ്. ആപ്ലിക്കേഷൻ സ്വീകരിച്ചതിന് ശേഷം ട്രൈബ്യൂണൽ ഇങ്ങനൊരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്, കമ്പനിയുടെ അക്കൗണ്ട്സ് റീ ഓപ്പൺ ചെയ്യണം. കാര്യം ആപ്ലിക്കേഷൻ തന്ന വ്യക്തികൾക്ക്
കമ്പനിയുടെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ഫ്രോഡുലൻ്റ് ആണെന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സും പ്രിപ്പയർ ചെയ്ത സമയത്ത് കമ്പനി മിസ്മാനേജ്ഡ് ആയിരുന്നു. അതായത് കമ്പനിയുടെ മാനേജ്മെൻറ്റും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും കമ്പനിയുടെ പ്രവർത്തനത്തിൽ പല രീതിയിലും തരികിടകളൊക്കെ കാണിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണവുമായിട്ടാണ് ഈ ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യുന്നത് ഈ സെൻട്രൽ ഗവൺമെൻറ്റും സെബിയും ഇൻകം ടാക്സ് അതോറിറ്റീസും സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ബോഡിയും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി. അപ്പോൾ അത് പരിഗണിച്ചിട്ടായിരിക്കും ട്രൈബ്യൂണൽ ഓർഡർ പാസ്സാക്കാൻ പോകുന്നത്. ഇങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഉണ്ടാക്കിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വിശ്വാസമില്ല, അതുകൊണ്ട് ഇത് ഒന്നും കൂടെ റീ ഓപ്പൺ ചെയ്തിട്ട് ശരിയായിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ശരിയായിട്ടുള്ള ഫിഗേഴ്സും വരുത്താൻ വേണ്ടിയിട്ട് തിരുത്തുകൾ വരുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓർഡർ പാസ്സാക്കാൻ പോവുകയാണ് ട്രൈബ്യൂണൽ. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ ആരാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്? ഒന്നുകിൽ സെൻട്രൽ ഗവൺമെൻറ്, സെബി, അല്ലെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റി, അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ബോഡി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വ്യക്തി. അവർ എന്ത് ആരോപണമാണ് ഉന്നയിക്കുന്നത്? കഴിഞ്ഞ പ്രിപ്പയർ ചെയ്ത അക്കൗണ്ട്സ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലും എന്തൊക്കെയോ ഫ്രോഡുലൻ്റ് രീതിയിലാണ് അവർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ കമ്പനി ആ സമയത്ത് മിസ്മാനേജ്ഡ് ആയിരുന്നു, അതുകൊണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാക്കിയതിൽ വിശ്വാസക്കുറവുണ്ട് ഈ സ്ഥാപനങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ആപ്ലിക്കേഷൻ ആർക്ക് കൊടുക്കും? ട്രൈബ്യൂണലിന്. ട്രൈബ്യൂണൽ ആപ്ലിക്കേഷൻ സ്വീകരിച്ചതിന് ശേഷം ട്രൈബ്യൂണൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ എല്ലാ ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന സ്ഥാപനങ്ങൾ, അതായത് സെൻട്രൽ ഗവൺമെൻറ്, സെബി, ഇൻകം ടാക്സ് അതോറിറ്റി, അവർക്കൊരു നോട്ടീസ് അയക്കും. ഇങ്ങനെ ഒരു വ്യക്തി ആപ്ലിക്കേഷനുമായിട്ട് നമ്മളുടെ മുന്നിൽ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് പറയാനുണ്ടെങ്കിൽ, അതായത് ഇൻകം ടാക്സ് അതോറിറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നു കാണും, ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ അതിൻ്റെ കൂടെ ആയിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളും അതിനെപ്പറ്റി പറയുക. സെബി എന്തെങ്കിലും പറയാനുണ്ടോ? പറയുക. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെയും അഭിപ്രായം കൂടെ കരുതിയിട്ടായിരിക്കും ട്രൈബ്യൂണൽ ഒരു ഫൈനൽ ഓർഡർ പാസ്സാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റെപ്രസെൻറ്റേഷൻ ചോദിച്ചുകൊണ്ട് ട്രൈബ്യൂണൽ ഇവർക്ക് എല്ലാവർക്കും ഒരു നോട്ടീസ് അയക്കും. ഈ റെപ്രസെൻറ്റേഷൻ കിട്ടിയതിന് ശേഷം ട്രൈബ്യൂണൽ ഒരു ഓർഡർ പാസ്സാക്കും ടു റീ ഓപ്പൺ ദി അക്കൗണ്ട്സ് ആൻഡ് റീകാസ്റ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷനാണ് ഈ സെക്ഷൻ 130 എന്ന് പറയുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പം എന്താണെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. ഒന്ന് ഇനി വായിക്കാം. പേജ് നമ്പർ 9.14 ആണ്. Apply to court for reopening of accounts. A company shall not reopen its books of accounts and not recast its financial statements. അപ്പോൾ ഒരിക്കലും ഒരു കമ്പനി റീഓപ്പൺ ചെയ്യുകയോ തിരുത്തുകൾ വരുത്തുകയോ ചെയ്യരുത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അൺലെസ് ആൻ ആപ്ലിക്കേഷൻ ഇൻ ദിസ് റിഗാർഡ് ഇസ് മെയ്ഡ് ബൈ. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം. ആർക്കൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും? സെൻട്രൽ ഗവൺമെൻറ്, ഇൻകം ടാക്സ് അതോറിറ്റി, സെബി, എനി അതർ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ബോഡി, അതായത് RBIയോ ട്രൈയോ IRDAO or authority or any person concerned, and an order is made by a court of competent jurisdiction. Jurisdiction എന്ന് വെച്ചാൽ നിയമപരിധി, അല്ലെങ്കിൽ ട്രൈബ്യൂണൽ എന്നങ്ങ് വിചാരിച്ചാൽ മതി. ഏതെങ്കിലും കോടതി, കോമ്പിറ്റൻറ്റ് കോടതി എന്ന് ഉദ്ദേശിക്കുന്നത് ട്രൈബ്യൂണൽ എന്നങ്ങ് വിചാരിച്ചാൽ മതി. Tribunal to that effect that the relevant earlier accounts were prepared in a fraudulent manner. അപ്പോൾ ആ ആപ്ലിക്കേഷനിൽ എന്ത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരോപിക്കുന്നത്? ഫ്രോഡുലൻ്റ് രീതിയിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓർ ദി അഫയേഴ്സ് ഓഫ് ദ കമ്പനി വർ മിസ്മാനേജ് ഡ്യൂറിംഗ് ദ റെലവൻറ്റ് പീരിയഡ്, കാസ്റ്റിംഗ് എ ഡൗട്ട് ഓൺ ദ റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതായത് സംശയമുണ്ട്, ഉണ്ടാക്കിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ, ക്ലോസ് ആയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലും ബുക്സ് ഓഫ് അക്കൗണ്ട്സിലും സംശയമുണ്ട്. കാര്യം ആ സമയത്ത് കമ്പനി മിസ്മാനേജ്ഡ് ആയിരുന്നു. ക്ലിയർ ആയോ? തൊട്ട് താഴെ കണ്ട സെർവിങ് ഓഫ് നോട്ടീസ്, ഞാൻ പറഞ്ഞു ഒരു ആപ്ലിക്കേഷൻ കിട്ടിയ ട്രൈബ്യൂണൽ ഇനി നോട്ടീസ് ആർക്കൊക്കെ അയച്ചു കൊടുക്കും? സെൻട്രൽ ഗവൺമെൻറ്, ഇൻകം ടാക്സ് അതോറിറ്റിക്ക്, സെബിക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കും. എന്ത് പറഞ്ഞുകൊണ്ട്? ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്, മുമ്പത്തെ അക്കൗണ്ട്സ് റീഓപ്പൺ ചെയ്യാനുള്ള ഒരു ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെ പറ്റിയിട്ട് പറയാനുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, അതുകൂടെ കരുതിയിട്ടായിരിക്കും ട്രൈബ്യൂണലായ ഞാൻ ഒരു ഓർഡർ പാസ്സാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് അയക്കും. Provided that the court or the tribunal, as the case may be, shall give notice to the central government, the income tax authority, the Securities Exchange Board of India, or any other statutory regulatory body or authority concerned, or any other person concerned, and shall take into consideration the representations, if any, made by that government or the authority, SEBI, or the body or authority concerned or other person concerned before passing any order under this section. ക്ലിയർ ആയോ? അപ്പം ഇങ്ങനെ റീഓപ്പൺ ചെയ്യാൻ പറ്റും. ആരുടെ ഓർഡർ പ്രകാരം റീഓപ്പൺ ചെയ്യാൻ പറ്റും? സഹായത്തോടെ ട്രൈബ്യൂണലിൻ്റെ. ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു വർഷം റിവൈസ് ചെയ്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും റിവൈസ് ചെയ്യുകയാണെങ്കിൽ അത് ഫൈനലാണ്. ഒരു തവണ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള ചാൻസ് കിട്ടും, അത് ഫൈനലാണ്. അതാണ് തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത്. റിവൈസ്ഡ് അക്കൗണ്ട് ഷാൽ ബി ഫൈനൽ, ദി അക്കൗണ്ട് സോ റിവൈസ്ഡ് ഓർ റീകാസ്റ്റഡ്. അങ്ങനെ നിങ്ങൾ തിരുത്തൽ വരുത്തിയ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫൈനലായിരിക്കും എന്നാണ് പറയുന്നത്. അതുകൂടാതെ എത്ര വർഷത്തെ വരെയുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റീഓപ്പൺ ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെക്ഷൻ 129 ഓർക്കുന്നുണ്ടെങ്കിൽ, മെയിൻ്റെനൻസ് ഓഫ്
129 അല്ല 128. മെയിൻ്റനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓർക്കുന്നുണ്ടെങ്കിൽ മുമ്പത്തെ എത്ര വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? 8 വർഷത്തെ. അപ്പം മുമ്പത്തെ 8 വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വേണമെങ്കിൽ റീഓപ്പൺ ചെയ്യാം, അത് റീകാസ്റ്റ് ചെയ്യാം ഈ സെക്ഷൻ പ്രകാരം എന്നാണ് ടൈം ലിമിറ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ വേറൊരു കാര്യം കൂടെ പറയുന്നതെന്ന് വെച്ചാൽ ഈ ടൈം ലിമിറ്റിൽ എപ്പോഴെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ഒരു ഇൻസ്പെക്ഷൻ ഓർഡർ ചെയ്തിട്ടുണ്ട് നമ്മളെ കമ്പനിക്കെതിരെ, അത് കാരണം 8 വർഷത്തിൽ കൂടുതലുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അതായത് ഡിസ്ട്രോയ് ചെയ്യാതെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ ഓർഡർ പാസ്സാക്കിയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇല്ലേ, 8 വർഷം മുമ്പുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും ബുക്സ് ഓഫ് അക്കൗണ്ട്സും, അതും വേണമെങ്കിൽ തിരുത്താം. കാര്യം അതും അവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വെച്ചിരിക്കുകയാണ് ആ ഇൻസ്പെക്ഷൻ ഓർഡർ പ്രകാരം. ക്ലിയർ ആയോ? അപ്പോൾ ലോങ്ങർ ദാൻ 8 പീരീഡും ആകാം ഈ ഒരു ഒറ്റൊരു കേസിൽ. അല്ലെങ്കിൽ 8 വർഷത്തെ തൊട്ട് മുമ്പത്തെ 8 വർഷത്തുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റീഓപ്പൺ ചെയ്യാം, റീകാസ്റ്റ് ചെയ്യാം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ക്ലിയർ ആയോ? അപ്പോൾ ടൈം ലിമിറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് റീഓപ്പണിംഗ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. നോ ഓർഡർ ഷാൽ ബി മെയ്ഡ് അണ്ടർ സബ്സെക്ഷൻ 1 ഇൻ റെസ്പെക്ട് ഓഫ് റീഓപ്പണിംഗ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റിലേറ്റിംഗ് ടു എ പീരിയഡ് ഏർലിയർ ദാൻ 8 ഫിനാൻഷ്യൽ ഇയേഴ്സ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ കറണ്ട് ഫിനാൻഷ്യൽ ഇയർ. അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ തൊട്ട് മുമ്പത്തെ 8 വർഷം വരെ ഉള്ളത് റീഓപ്പൺ ചെയ്യാം, റീകാസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ ലോങ്ങർ പീരീഡും ആകാം ഇൻസ്പെക്ഷൻ ഉണ്ടെങ്കിൽ. അത് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. Provided that where a direction has been issued by the central government under the proviso to subsection 5 of section 128 for keeping of books of accounts for a period longer than 8 years, inspection വരുമ്പോൾ the books of accounts may be ordered to be reopened with such longer period. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.